പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് ഈ രണ്ടു കൂട്ടരും ഇസ്ലാമിക സംഘപരിവാരവും ഹിന്ദുത്വ താലിബാൻ RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഒരു ആഹ്ലാദം ഒരു മതനിരപേക്ഷവാദി എന്ന നിലയ്ക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയ്ക്ക് വേറെ ഇല്ല. ഏത് വലിയ പരാജയത്തിന്റെ മുന്നിലും നമ്മളെ വലിയ അഭിമാനവും ആഹ്ലാദവും ഒക്കെ ഉള്ളവരാക്കി മാറ്റുന്നത് എല്ലാ വർഗീയവാദികളും ഒരുമിച്ച് നമ്മളെ എതിർക്കുന്നു എന്നതാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. ഉള്ളിന്റെ ഉള്ളിൽ തീർത്താൽ തീരാത്ത പകയുമായി ഇടതുപക്ഷത്തിനെതിരെ എത്തും എന്ന് നമുക്കറിയാവുന്നതാണ്. അതിപ്പോ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം സ്ഥാനാർത്ഥി പരാജയപ്പെട്ട്, അതും വളരെ ചെറിയ വോട്ടുകൾ വാങ്ങി പരാജയപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ കിട്ടിയതിന്റെ അടുത്തും അവർക്ക് എത്തിയില്ലല്ലോ. ഇടതുപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ ഇരട്ടിയിലധികമാണ് വോട്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ സ്വന്തം സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുമ്പോഴും അത് കാര്യമാക്കാതെ UDFന്റെ വിജയം ആഘോഷിക്കുക, LDFനെ അധിക്ഷേപിക്കുക എന്ന നിലയിലേക്ക് വർഗീയവാദികൾ എത്തുന്നത് ഈ പരാജയത്തിന്റെ നടുവിലും വലിയ പ്രതീക്ഷയും അഭിമാനവും ആവേശവും നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സ്വരത്തിലാണ് അധിക്ഷേപം, നുണ ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് കൈകോർക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും തമ്മിൽ ആശയതലത്തിൽ ഒരേപോലെ നിൽക്കുന്നതാണ്. രണ്ട് നിറത്തിലുള്ള വർഗീയത എന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ. രണ്ടും കൊടും വർഗീയവാദികളാണ്. അവരുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. അപ്പോ ഇസ്ലാമിക സംഘപരിവാരമാണ് ജമാഅത്തെ ഇസ്ലാമി, ഹിന്ദുത്വ താലിബാനാണ് RSS. ഈ രണ്ടു കൂട്ടരും കൈകോർത്ത് നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അതിൽ UDFന്റെ പലരും ചേരുന്നുണ്ട്. ഇപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ നേതാവ് എന്നെ ഒരു സംഘപരിവാറായി ചിത്രീകരിച്ചുകൊണ്ട് എന്തോ ഒരു പരാമർശം നടത്തി പോലും. അപ്പൊ പേര് നോക്കിയിട്ട് ആളെ വർഗീയവാദി എന്ന് ചാപ്പയടിക്കുന്ന ഒരു നില മുസ്ലിം ലീഗ് തന്നെ സ്വീകരിച്ചു വരുന്നു. അത് ലീഗിലെ എല്ലാ നേതാക്കന്മാരൊന്നും അംഗീകരിക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. കാരണം നമ്മളുമായിട്ടൊക്കെ വലിയ സൗഹൃദമുള്ള എത്രയോ ആളുകളുണ്ട്, നമ്മളെ അറിയുന്നവർ. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവരുടെയൊക്കെ ഉള്ളിൽ ശക്തമായ വർഗീയത നിൽക്കുന്നുണ്ട്. അത് ചില സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പുറത്തേക്ക് വരുന്നു എന്ന് മാത്രം. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് ഈ രണ്ടു കൂട്ടരും ഇസ്ലാമിക സംഘപരിവാരവും ഹിന്ദുത്വ താലിബാൻ RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഒരു ആഹ്ലാദം ഒരു മതനിരപേക്ഷവാദി എന്ന നിലയ്ക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയ്ക്ക് വേറെ ഇല്ല. ഏത് വലിയ പരാജയത്തിന്റെ മുന്നിലും നമ്മളെ വലിയ അഭിമാനവും ആഹ്ലാദവും ഒക്കെ ഉള്ളവരാക്കി മാറ്റുന്നത് എല്ലാ വർഗീയവാദികളും ഒരുമിച്ച് നമ്മളെ എതിർക്കുന്നു എന്നതാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. എല്ലാ വർഗീയതയോടും സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയും അതിനെ എതിർക്കുകയും മതനിരപേക്ഷ മനുഷ്യപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ ഈ കൂട്ടരെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ തീർത്താൽ തീരാത്ത പകയുമായി ഇടതുപക്ഷത്തിനെതിരെ എത്തും എന്ന് നമുക്കറിയാവുന്നതാണ്. അതിപ്പോ വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം സ്ഥാനാർത്ഥി പരാജയപ്പെട്ട്, അതും വളരെ ചെറിയ വോട്ടുകൾ വാങ്ങി പരാജയപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ കിട്ടിയതിന്റെ അടുത്തും അവർക്ക് എത്തിയില്ലല്ലോ. ഇടതുപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ ഇരട്ടിയിലധികമാണ് വോട്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ സ്വന്തം സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുമ്പോഴും അത് കാര്യമാക്കാതെ UDFന്റെ വിജയം ആഘോഷിക്കുക, LDFനെ അധിക്ഷേപിക്കുക എന്ന നിലയിലേക്ക് വർഗീയവാദികൾ എത്തുന്നത് ഈ പരാജയത്തിന്റെ നടുവിലും വലിയ പ്രതീക്ഷയും അഭിമാനവും ആവേശവും നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സ്വരാജ്, ഒരു കാര്യം കൂടി. ഇപ്പോ നിങ്ങൾ സ്വരാജ് പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെയും ഈ രാഷ്ട്രീയം തന്നെയാണ്. അത് മതനിരപേക്ഷതയെക്കുറിച്ചാണ്, വർഗീയതയോട് സന്ധി ചെയ്യാത്തതിനെ കുറിച്ചാണ്, വികസനത്തെക്കുറിച്ചാണ്. അത് ഒന്നും പറയാതെയാണ് അവർ ഈ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മതരാഷ്ട്രവാദികളെ കൂട്ടിക്കൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഭാവി കേരളം നേരിടുന്ന വലിയൊരു വെല്ലുവിളി, നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമല്ല ഞങ്ങൾ വർഗീയതയാണെന്ന് പറയുന്ന ഒരു മുന്നണി രൂപപ്പെട്ടിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി കൂടിയല്ലേ? ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലെ ജയപരാജയത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടോ അതിന്റെ മുൻപിലോ മാത്രം എടുക്കേണ്ട ഒരു നിലപാടല്ല. ഇപ്പോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നൈമിഷികമായ ലാഭം കിട്ടും എന്ന് കരുതി നമുക്ക് വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ശക്തമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുക, അതിന്റെ ഭാഗമായി തൽക്കാലം എന്ത് നഷ്ടം വന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിന് അത് വലിയ ഗുണം ചെയ്യും. മറിച്ച് വർഗീയതയുമായി കൈകോർത്താൽ അത് സമൂഹത്തിന് വലിയ ദോഷം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോ നമുക്ക് കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാനും വർഗീയതയെ എതിർത്ത് മുൻപോട്ട് പോകാനും മാത്രമേ സാധിക്കൂ. ആ നിലപാട് താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് എന്ത് നഷ്ടമുണ്ടാക്കിയാലും നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയെ കരുതി അങ്ങനത്തെ ഒരു നിലപാടേ
ഇടതുപക്ഷത്തിന് സ്വീകരിക്കാനാവൂ. ആ നിലപാടിൽ തന്നെ അടിയുറച്ച് മുൻപോട്ട് പോകും. അതുകൊണ്ട് നൈമിഷികമായി ഉണ്ടാവുന്ന ഏത് തെരഞ്ഞെടുപ്പ് നഷ്ടത്തെയും ഞങ്ങളങ്ങനെ വലിയ നിലയിൽ ഉത്കണ്ഠപ്പെടില്ല. അത് അത്തരത്തിലുള്ള നഷ്ടങ്ങൾ അതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാനുള്ളത്. സ്വരാജ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ താങ്കളുടെ ഈ തോൽവിയെ തുടർന്ന് ഈ പോസ്റ്റ് ഇട്ട് ഒരു സ്വതന്ത്ര നിരീക്ഷകൻ എന്ന് പറയാറുള്ള ഒരു നിരീക്ഷകൻ 32ഓളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടെന്നാണ് ചില മാധ്യമപ്രവർത്തകരും ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാത്രമല്ല, ആ മുന്നണി അങ്ങനെ വിപുലീകരിക്കുകയാണ്. അതിൽ മാധ്യമപ്രവർത്തകരുണ്ട്, സ്വതന്ത്ര നിരീക്ഷകർ എന്ന് പറയുന്നവരുമുണ്ട്. അതെ അതെ, ഉള്ളിൽ അത്രയും പകയുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അവർക്ക് അങ്ങനെ പകയോടുകൂടി അല്ലാതെ കാണാൻ പറ്റില്ല. ഇപ്പൊ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല ഇവരാരുമായിട്ടും. കാരണം ഈ പറയപ്പെട്ട കൂട്ടത്തിൽ ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഒരു വാക്കുപോലും അവരോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ശത്രുതയുടെയോ തല ഉദിക്കുന്നതേ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ എതിർപ്പും പകയും ഉള്ളത് രാഷ്ട്രീയത്തോടാണ്, രാഷ്ട്രീയ നിലപാടുകളോടാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോ സ്വന്തം സ്ഥാനാർത്ഥി ദയനീയമായി തോറ്റ് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴും അപ്പുറത്ത് ഇടതുപക്ഷം തോറ്റു എന്നതിൽ ആഹ്ലാദിക്കുകയും അതിനെ വികൃതമായ രീതിയിൽ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് പല ആളുകളും മാറുന്നത് അവരുടെ ഉള്ളിലെ വികൃത രാഷ്ട്രീയത്തിന്റെ മുഖം ഒന്നുകൂടി അനാവരണം ചെയ്യുന്നുവെന്നും നാം സ്വീകരിക്കുന്ന രാഷ്ട്രീയം ശരിയായ ദിശയിലാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയുടെ നാട്ടിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത് ഞാൻ വേദിയെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഈ അല്പത്തരത്തിന്റെ ലക്ഷണമാണ്. ഇപ്പോ ഓരോ നേതാക്കന്മാരുടെയും ബൂത്ത് പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കേന്ദ്രീകരിച്ചാണോ അവർ പ്രവർത്തിക്കാറുള്ളത്? ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് 99 സീറ്റിൽ UDF പരാജയപ്പെട്ടത്. അപ്പൊ UDFന്റെ നേതാക്കന്മാരുടെയൊക്കെ ബൂത്ത് ഏതായിരുന്നു, പഞ്ചായത്ത് ഏതായിരുന്നു? അതൊക്കെ പരിശോധിച്ചാൽ ഇവർക്കായിരിക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാത്തത് അവിടെ കേന്ദ്രീകരിച്ചല്ല അവരൊന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതൊന്നും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിശാലമായ അർത്ഥത്തിൽ അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുകയാണ് വേണ്ടതെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ഇനി നമുക്കിതൊക്കെ എടുത്തു വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ആക്ഷേപിക്കാൻ വരുന്നവര് ഓടി ഒളിക്കാൻ ആർക്കും വഴിമതിയാവില്ല. അത്രയും പറയാനുള്ളൂ.